ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പീലാത്തോസിൻ്റെ മുമ്പിൽ എന്ന ശീർഷകത്തോടുകൂടി തുടങ്ങുന്ന ഈ അധ്യായത്തിൽ 56 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് പ്രധാന ആചാര്യൻ്റെ വീട്ടിൽ നിന്ന് യേശുവിനെ കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: പീലാത്തോസിൻ്റെ മുമ്പിലേക്ക്. ചോദ്യം 2. ജനപ്രമാണികളുടെ സംഘം യേശുവിൻ്റെ മേൽ ചുമത്താൻ തുടങ്ങിയ കുറ്റങ്ങൾ എന്തെല്ലാം? ഉത്തരം: ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു എന്നിങ്ങനെ. ചോദ്യം 3. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നീ തന്നെ പറയുന്നുവല്ലോ എന്ന്. ചോദ്യം 4. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞതെന്ത്? ഉത്തരം: ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. ചോദ്യം 5. യേശു എവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും നിർബന്ധപൂർവം പറഞ്ഞത്? ഉത്തരം: ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും. ചോദ്യം 6. യേശു ഗലീലിയക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ അയച്ചത് എവിടേക്ക്? ഉത്തരം: ഹെറോദേസിൻ്റെ അടുത്തേക്ക്. ചോദ്യം 7. പീലാത്തോസ് യേശുവിനെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയച്ചത് എന്തുകൊണ്ട്? ഉത്തരം: യേശു ഹെറോദേസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനായതുകൊണ്ട്. ചോദ്യം 8. ആ ദിവസങ്ങളിൽ ഹെറോദേസ് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ജെറുസലേമിൽ. ചോദ്യം 9. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് എന്തുകൊണ്ട്? ഉത്തരം: യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ഹെറോദേസ് ആഗ്രഹിച്ചിരുന്നു. ചോദ്യം 10. ഹെറോദേസ് എന്ത് കാണാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഉത്തരം: യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം. ചോദ്യം 11. ഹെറോദേസ് ചോദിച്ചതിനൊക്കെ യേശു പറഞ്ഞ ഉത്തരം എന്ത്? ഉത്തരം: യേശു ഉത്തരമൊന്നും പറഞ്ഞില്ല. ചോദ്യം 12. യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് ആവേശപൂർവ്വം ചുറ്റും നിന്നിരുന്നത് ആര്? ഉത്തരം: പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. ചോദ്യം 13. ഹെറോദേസ് ആരോട് ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്? ഉത്തരം: പടയാളികളോട്. ചോദ്യം 14. ഹെറോദേസ് എപ്രകാരമാണ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? ഉത്തരം: പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. ചോദ്യം 15. പൂരിപ്പിക്കുക. അന്നു മുതൽ ഡാഷും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. ഉത്തരം: ഹെറോദേസും പീലാത്തോസും. ചോദ്യം 16. എന്തു പറഞ്ഞാണ് യേശുവിനെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതെന്നാണ് പീലാത്തോസ് അവരെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞത്? ഉത്തരം: ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന്. ചോദ്യം 17. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന എന്ത് ഞാൻ യേശുവിൽ കാണുന്നില്ല എന്നാണ് പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞത്? ഉത്തരം: കുറ്റങ്ങളിൽ ഒന്നുപോലും. ചോദ്യം 18. ഹെറോദേസ് എന്തുകൊണ്ട് യേശുവിനെ തൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: യേശുവിൽ കുറ്റമൊന്നും കാണാത്തതിനാൽ. ചോദ്യം 19. എന്തർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: മരണശിക്ഷ. ചോദ്യം 20. യേശുവിനെ എപ്രകാരം വിട്ടയക്കും എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച്. ചോദ്യം 21. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ഇവനെ കൊണ്ടുപോവുക, ആരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് എല്ലാവരും ഏകസ്വരത്തിൽ ആക്രോശിച്ചത്? ഉത്തരം: ബറാബാസിനെ. ചോദ്യം 22. എന്തു കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ്? ഉത്തരം: പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും. ചോദ്യം 23.
യേശുവിനെ വിട്ടയക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി സംസാരിച്ചെങ്കിലും എല്ലാവരും വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. ചോദ്യം 24. പീലാത്തോസ് 3-ാം പ്രാവശ്യവും എല്ലാവരോടുമായി ചോദിച്ചതെന്ത്? ഉത്തരം: അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു എന്ന്. ചോദ്യം 25. പുരോഹിത പ്രമുഖന്മാരുടെയും നേതാക്കന്മാരുടെയും ജനത്തിൻ്റെയും നിർബന്ധത്തിനു വഴങ്ങി പീലാത്തോസ് ചെയ്തതെന്ത്? ഉത്തരം: ബറാബാസിനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ചോദ്യം 26. യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തു നിന്ന് ആ വഴി വന്നതാര്? ഉത്തരം: കിറേനക്കാരനായ ശിമയോൻ. ചോദ്യം 27. കിറേനക്കാരനായ ശിമയോനെ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചത് എന്തിന്? ഉത്തരം: കുരിശ് ചുമലിൽ വച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ. ചോദ്യം 28. കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത് ആര്? ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. ചോദ്യം 29. തൻ്റെ പിന്നാലെ വന്നവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന്. ചോദ്യം 30. ആർക്കെല്ലാം ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. ചോദ്യം 31. പൂരിപ്പിക്കുക. അന്ന് അവർ ഡാഷിനോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡാഷിനോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയും. ഉത്തരം: പർവ്വതങ്ങളോട് വീഴുക എന്നും കുന്നുകളോട് മൂടിക്കളയുക എന്നും. ചോദ്യം 32. യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം ഏത്? ഉത്തരം: തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. ചോദ്യം 33. യേശുവിനോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയ 2 കുറ്റവാളികളെ കുരിശിൽ തറച്ചത് എവിടെ? ഉത്തരം: ഒരുവനെ യേശുവിൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും. ചോദ്യം 34. കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല എന്ന്. ചോദ്യം 35. എന്തിനു വേണ്ടിയാണ് അവർ കുറിയിട്ടത്? ഉത്തരം: യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. ചോദ്യം 36. പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്ന്. ചോദ്യം 37. പടയാളികൾ അടുത്തു വന്ന് എന്തു കൊടുത്തുകൊണ്ടാണ് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം: വിനാഗിരി. ചോദ്യം 38. യേശുവിൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്ത്? ഉത്തരം: ഇവൻ യഹൂദരുടെ രാജാവ് എന്ന്. ചോദ്യം 39. കുരിശിൽ തറച്ചിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞതെന്ത്? ഉത്തരം: നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന്. ചോദ്യം 40. യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയെ ശകാരിച്ചതിന് ശേഷം അപരൻ യേശുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ചോദ്യം 41. പൂരിപ്പിക്കുക. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ ഡാഷിൽ ആയിരിക്കും. ഉത്തരം: പറുദീസയിൽ. ചോദ്യം 42. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ഏകദേശം എത്രാം മണിക്കൂർ ആയിരുന്നു? ഉത്തരം: 6-ാം മണിക്കൂർ. ചോദ്യം 43. എത്രാം മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? ഉത്തരം: 9-ാം മണിക്കൂർ വരെ. ചോദ്യം 44. ഉച്ചത്തിൽ എന്ത് നിലവിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യേശു ജീവൻ വെടിഞ്ഞത്? ഉത്തരം: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്. ചോദ്യം 45. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ആരാണ് ദൈവത്തെ സ്തുതിച്ച് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം: ശതാധിപൻ. ചോദ്യം 46.
ആലോചന സംഘത്തിലെ നല്ലവനും നീതിമാനുമായ അംഗം ആര്? ഉത്തരം അരിമത്യാക്കാരൻ ജോസഫ്. ചോദ്യം 47. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന ജോസഫ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ച് അത് താഴെ ഇറക്കി സംസ്കരിച്ചത് എവിടെ? ഉത്തരം പാറയിൽ വെട്ടിയുണ്ടാക്കിയ ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്ത കല്ലറയിൽ. ചോദ്യം 48. ഗലീലിയയിൽ നിന്ന് യേശുവിനൊപ്പം വന്ന സ്ത്രീകൾ എന്ത് തയ്യാറാക്കി വച്ചതിന് ശേഷമാണ് സാബത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചത്? ഉത്തരം സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.